ഹായ് ഡിയേഴ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഈ ഡ്രസ്സിൻ്റെ ഈ ദുപ്പട്ട എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്തതെന്നാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്കാലപ്പ് ഞാനൊരു A4 സൈസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇത് ഷോളിൽ വെച്ചിട്ട് ഹീറ്റ് ഇറേസബിൾ പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്താണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഞാൻ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ പിന്നു കുത്തി വെച്ചതിന് ശേഷമാണ് സ്കാലപ്പ് നമ്മൾ ടേബിൾ ടോപ്പ് മെഷീനിൽ സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഏത് മെഷീനാണെന്നും എന്താണ് സെറ്റിംഗ് എന്നും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം എൻ്റെ മോനാണ്, അവൻ ചെറിയ കുട്ടിയാണ്, അവനാണ് ഇത് ഇത്തിരി ഷൂട്ട് ചെയ്ത് തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എനിക്ക് മെഷീൻ അങ്ങോട്ട് കാണിക്കാനൊന്നും പറ്റിയില്ല. എന്താണോ കിട്ടിയത് അതെനിക്ക് ഇടാനേ പറ്റിയുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അത് പറയൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാൻവാസ് വേണമെങ്കിൽ അയൺ ചെയ്ത് പിടിപ്പിക്കാം, പക്ഷേ അത് പറിച്ചെടുക്കുമ്പോൾ വൃത്തികേട് ഓർത്തിട്ട് ഞാൻ ന്യൂസ് പേപ്പർ തന്നെയാണ് വെച്ചത്. ഇതാവുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യും തോറും അത് കട്ടായി പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഇത്തിരി ക്ഷമയോടുകൂടി തന്നെ നമ്മളത് ഉരുക്കി നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഈ മെറ്റീരിയൽ ഇത്തിരി ഒരു ചുരുണ്ടിരിക്കണ ഒരു മോഡലില്ലേ, അതുകൊണ്ട് എനിക്കിത്തിരി കട്ട് ചെയ്തെടുക്കാൻ പാടായിരുന്നു, കുറച്ച് സമയം പിടിച്ചായിരുന്നു. എന്നാലും ഇതേ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പായി പോകുന്നുണ്ട്, ടേബിളിൽ കിടക്കുന്നില്ല കേട്ടോ. പിന്നെ തനിച്ചായതുകൊണ്ടും കുറച്ച് സമയമെടുത്തു, എന്നാലും നല്ല നീറ്റായിട്ട് തന്നെ എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരാളും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റും. എനിക്കറിയില്ല, ആ സമയത്തെ തിരക്ക് കാരണം ഞാൻ ഇത് ഇങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. കാരണം ആ സമയം എനിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഭയങ്കര കിടുവായിരുന്നു, പൊളിയായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടും ആ ഡ്രസ്സിലിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ബീഡ്സ് വെച്ച് ആരി വർക്കായിട്ട് നമ്മളിത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സാരിയിൽ വേണമെങ്കിലും ദുപ്പട്ടയിൽ വേണമെങ്കിലും ഇങ്ങനെ ആരി വർക്കോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ത്രെഡ് വെച്ചാണെങ്കിലും സ്കാലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലോ നിങ്ങൾക്ക് കയറിയിട്ട് DM ചെയ്യുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. സോൾഡറിങ് അയണിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യാം.